ഇതെത്തോ വിമാനം ഈ കാണുന്നുണ്ടോ എൻ്റെ കുട്ടീനെ? എനിക്ക് മലമുകൾക്ക് കയറും വേണം, മണ്ണാവും ചെയ്യരുത്, പാറപ്പറയും പറ്റും, കൊതുകും കടിക്കും, ഒന്നും പറ്റൂല അല്ലേ? ഞങ്ങൾ വളരെ റിസ്ക് എടുത്ത് ഇതാ ഈ കാടും മല ഇങ്ങനെ കയറി പോകുന്ന ലാസ്റ്റ് മലയ്ക്ക് ആ മലയേക്കോ? അല്ല ഗൈസ്, നമ്മൾ ഫ്രീ ആയപ്പോൾ ചെരുപ്പടി മല കയറാന്ന് പറഞ്ഞു. ചെരുപ്പടി മല കയറിയപ്പോൾ ഒരു ഇടവയിലൂടെ, ഒരു കാടൊക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്താ സംഭവം? എന്താ സംഭവിച്ചു? ഒരു പിടുത്തമില്ല. അങ്ങനെ അമ്രിക്കുട്ടി ചോളാപ്പരി വേണമെന്ന് പറഞ്ഞു. ചോളാപ്പരി വാങ്ങിയപ്പം അവിടെയുള്ള ഇക്ക പറഞ്ഞു മേലെ കയറി നോക്കി, എയർപോർട്ടൊക്കെ കാണാം, അടിപൊളിയാണ്, നല്ല വൈബ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും നോക്കിയില്ല, എടുത്ത് കയറി. ഞാൻ മാത്രമല്ല, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, വേറെ 2 പേരും കൂടി ഉണ്ട്. ഇതാ ഒരാൾ ചോളാപ്പരി, ഒരാള് ചൂളുപൊരി. ഒരാൾക്കൊരു കുഴപ്പമില്ല, അത് ഞാൻ എടുത്തിരുന്നു അല്ലേ? ചില ഭാഗത്തുനിന്ന് ഞാൻ എടുത്ത്, ചില ഭാഗത്തുനിന്ന് അമ്രിക്കുട്ടി ഒറ്റയ്ക്ക് കയറി. മറ്റേ ആള് മുകളിലെത്തിയപ്പോഴേക്ക് ഓക്കെ ഗൈസ്, ഇനി ഇതിന്റെ മുകളിലെ ചെറിയ കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന് മേലെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അമ്പിക്കുട്ടിനെയും കൊണ്ട് കയറിയോണ്ടേ വല്ലാതെ ഭാഗങ്ങളിലേക്ക് പോകാൻ വയ്യ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. നൈസ് വ്യൂ ആണ് കേട്ടോ. ഓക്കെ, ഇതെത്തോ പുതിയ റൺവേ, മറ്റൊരു പഴയ റൺവേ. ഇതിനാണ് ഈ മല കയറി ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നത്. ഇതിനേക്കാൾ നല്ല ഷോല് താഴെ കാണുന്നുണ്ട്. ആ കാക്ക നമ്മളെ പറ്റിച്ച ഇവിടെ കാണില്ലല്ലോ. ആ കാണുന്നുണ്ട്, 1 5 അമ്പിക്കുട്ടി 5 വിമാനം. ഈ കാണുന്നുണ്ടോ അമ്പിക്കുട്ടീനെ? എടുക്ക്. യെസ് 5. കാണുന്നുണ്ടോ? അങ്ങോട്ട് കാണുന്നുണ്ടോ? ഫ്ലൈറ്റ് ഇറങ്ങിയ സ്ഥലം കാണുന്നുണ്ടോ? എടുക്കണോ? വൈബിട്ട ഗൈസ്, സംഭവം നൈസാണ്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇഷ്ടായില്ല? എന്നാ പോവാ. എന്ത് ഇരിക്കണോ? എവിടെ ഇരിക്കാം നമ്മള്? അവിടെ ഒരു പാറപ്പുറണ്ട്, അവിടെ ഇരുന്നാൽ നമ്മള് കൊതുകുണ്ടാവും. എന്നാ അവിടെ ഇരിക്കുക ഈ പാറമ്മല് അല്ലേ? അവിടെ ഇരുത്താൻ മതിയോ? എനിക്ക് മലമുകൾക്ക് കയറും വേണം, മണ്ണാവും ചെയ്യരുത്, പാറപ്പറയും പറ്റും, കൊതുകും കടിക്കും, ഒന്നും പറ്റൂല അല്ലേ? വായ നിൽക്ക്. ഇതാണ് മല. പോലെ ആ മലയേക്കോ? സീനാണല്ലോ. എങ്ങനെ ഇപ്പൊ ഈ മലയ്ക്ക് പോകും? ആ മലയേക്കാണല്ലോ പോകേണ്ടത്. എങ്ങനെ ഇപ്പൊ ഈ മലയ്ക്ക് പോയിച്ചോ? ഇനി ഊട്ടിന്റെ ഭാഗമാണ്. യെസ്. ഓക്കെ, വിശോ കാടിറങ്ങല്ലേ ബാബാ? ഞങ്ങൾ കയറിയ വഴികളിലൂടെ ഇറങ്ങി കാണിച്ചു തരട്ടെ. ഇനി മലയേക്കോ? മലയ്ക്ക് ഒരു വണ്ടി ഇരിക്കണ്ടേ താഴേന്ന്? മലയ്ക്ക് പോണല്ലോ. ആ മലയ്ക്ക് മലയ്ക്കനെ കയറി ഇറങ്ങി. ഇതാണ് ഇറങ്ങാനുള്ള വഴികൾ, ഈ കാട്. ഓക്കെ, എന്നാ ഇറങ്ങി ഐശ ഇറങ്ങി. ഓ ബ്രൂം. റിസ്ക് ആണല്ലോ. വീണ് ഒരു ശത്രുസ്ഥാവ് വീണാരി പോകുവോ? മലയ്ക്ക് റോഡ് ഇറങ്ങിക്കൂടി. ഇങ്ങോട്ട് പോയി പാറപ്പുറത്ത്. ഓക്കെ,
ചാടുക. സൂപ്പർ ആമ്പിക്കുട്ടിയെ ഇഷ്ടായോ? ആമ്പിക്കുട്ടിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. വല്ല ബീച്ചോ പാർക്കോ ഒക്കെ പോവാല്ലാതെ. അല്ല ഗൈസ്, കൊതുക് അടിക്കേണ്ടി വരണ്ട. ഇതാ നിക്കട്ടെ. ഷോ അല്ല ഗൈസ്, ആ കാക്ക ഞങ്ങളെ കത്തിച്ചാണ്ടേ എല്ലാവരും കയറിനെ കണ്ടാണ്ടേ ഞങ്ങൾ വളരെ റിസ്ക് എടുത്ത് ഇതാ ഈ കാടും മല ഇങ്ങനെ കയറി പോകുന്ന ലാസ്റ്റ് അടിയിൽ നിന്ന് കാണാൻ ആ വ്യൂ പോലില്ല. പക്ഷെ നല്ല ഫ്രീ ആവുമ്പോൾ സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ, ഫ്രീ ആവുമ്പോൾ സംസാരിച്ച് നല്ല വൈബ് അടിച്ച് കാറ്റൊക്കെ കൊണ്ട് എയർപോർട്ടിന്റെ കാഴ്ച കണ്ടിരിക്കാൻ പറ്റും. അതിന് പറ്റൂല ഐശോ? അതെ കുട്ടിയെ, ഒരുപാട് ഇരുട്ടായി. അപ്പൊ നമ്മൾ പോകുമ്പോൾ എന്താ വിഷയം അറിയോ? എന്താ വിഷയം? ഇരുട്ടത്ത് ആകെ ബുദ്ധിമുട്ടാവും. നീ കമ്പിക്കുട്ടി അടക്കം ഇപ്പൊ ചേർക്കിയരാ മെച്ചി വീണ കാണട്ടോ. ഇപ്പോ ഫാൻഡിൽ ചളിയാക്കി കിട്ടും. ഓക്കെ ഓക്കെ അശോടെ എന്തോ ഒരു അരുവിണ്ടടാ. ഇതോ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടിയേ അല്ല കാടിന്റെ ഉള്ളിൽ കൂടിയേ കോറിയാണ്. ഭാഗത്ത് ഫുള്ള് ഒരേപോലെ പച്ചപ്പായ എന്തോ സംഭവം. അവിടെ ഞാൻ കണ്ടില്ല. ഇവിടെ താഴത്ത് മരന്റെ ആ ഗ്രൗണ്ട് പോലെയുള്ള എന്റെ ആ കൊതു അടിക്കിടുന്ന പോവാ വ്യൂ ഒക്കെ പിന്നെ കാണാം. രാമിക്കുട്ടിയെ കലിപ്പില നോക്കട്ടെ നോക്കട്ടെ. ഏ മലയ്ക്ക് ആ മലയേക്കോ? ആ ഇത്ര റിസ്ക്കാ. എങ്ങനെ അങ്ങോട്ടൊക്കെ കേറുക? അങ്ങോട്ട് കയറാൻ കഴിയൂല. ഇതേപോലത്തെ ഒരു മല തന്നെയാണ്. അയച്ചോണ്ടിരിക്ക. അടിപൊളി വ്യൂ ആണല്ലോ. അടിക്കാം സെറ്റടാ. അടിക്കാം ഇല്ലേ? ഫോണേ എന്താ ഞാൻ ചേച്ചി ഇന്നോടുള്ള ഒരു കയറിങ് ആയിരിക്കും. തെറ്റിദ്ധരിച്ചു. ആ കാക്ക പോയി. 2 വർത്താനം പറയാൻ വിചാരിച്ചു. നല്ല അടിച്ചിട്ട് വായടല്ലേ. വെള്ളമില്ല കോറി നൈസാണല്ലോ. ആ മൂലൊക്കെ വെള്ളം കണ്ടില്ല. ആ അതല്ലേ കാണില്ല. വെച്ച് കാണിച്ചാ ഞാൻ വെള്ളം കാണിച്ചോട്ടെ. വെള്ളം കാണിച്ചു കൊടുക്ക. കണ്ടോ ആ മലയ്ക്ക് ഇതിൽ പോകാൻ കഴിയൂല. വൈകുന്നേരം ആവും തോറും അടിപൊളിയായിട്ട് ഐശോ അല്ലേ? മഴക്കാടില്ലേ സൂര്യാസ്തമനത്തെ കാണാൻ. അതെ കുട്ടി മരിച്ചതിനെ അപ്പുറത്ത് ഇതല്ല ഇത്. അമ്പിക്കുട്ടിയെ 2 ഡോഗ് 1 ഡോഗ് ഇതാ അമ്പിക്കുട്ടിനെ നോക്കുന്നു. സെക്കൻഡ് ഡോഗ് ഇതാ അമ്പിക്കുട്ടിനെ നോക്കി അവിടെ ഇരിക്കുന്നു. അതൊക്കെ അമ്പിക്കുട്ടി നോക്കണേ ഇങ്ങനെ. അമ്പിക്കുട്ടി മെച്ചിന്റെ അടുത്ത് അമ്പിക്കുട്ടിയെ വേറൊരു ഡോഗ് ഇത് അവിടെ ഫുഡ് കഴിക്കുന്നു. ഓക്കെ പാവല്ലേ? യെസ് തന്നെ അവിടെ അതെ യെസ് അടിപൊളി നൈസ് അടിപൊളി സൂപ്പർ അല്ലേ? അതോ ഓ സൂപ്പർ സൂപ്പർ. ഇവിടെ പറ്റി കണ്ടില്ലല്ലോ. ആ കണ്ട് ആ അവിടെ അല്ലേ ഈ മണലല്ലേ? യെസ് കണ്ട്
ആണ്ട് പോലെ പോയ വന്നോ കൈ പിടിച്ച യെസ് അമ്പിക്കുട്ടി ആകെ വിയർത്തുക്കാ മല കേറി മലക്കാറ്റ് കൊണ്ടിട്ടാണ് വയർക്കണ വിഷയം. അതാണ് വയർക്കണത്. മലക്കാറ്റ് ആരും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ എടുക്കലാണ് വിഷയോ. ഞങ്ങൾ വിചാരിച്ചത് അറിയോ സംഭവം ആ കാക്ക കത്തിച്ചതാ നമ്മളെ. കാക്ക കത്തിച്ച് മലന്റെ മുകളിൽ പോയപ്പോ ഒരു വ്യൂ ഇല്ല. അങ്ങനെ അതിനേക്കാൾ രസം അടിയിലെ റോട്ടുമ്പോ നിന്നാണ്ട് നോക്കണതാണ്. ഞാനൊക്കെ കണ്ട് കാട് കേറിയില്ലാന്ന് വേണ്ടല്ലോ. അതെ കാട് കേറിയില്ലാന്ന് വേണ്ടല്ലോ മല. ഏതായാലും ട്രക്കിങ്ങിന് പോവാൻ ഭയങ്കര പൂതിണ്ട്. ഇതേ ചെറിയൊരു രണ്ട് അശ്വിന്റെ പല്ലൊക്കെ എല്ലാവരും നേർക്ക് കാണില്ലേ മതി. ക്യാമറ പിടിക്കണത് എന്താ ഉത്തേ പറയേ അമ്പിക്കുട്ടി പറയേ കൊതുകരുണ്ടോ പോവാ. ഞങ്ങള് പോയ സ്ഥലം ചെരുപ്പടിമലയാണ്. വെറുതെ ഇങ്ങനെ സഞ്ചില്ല വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ പ്ലേസാണ്. അത് പറ്റും നൈസായിട്ട് ഫ്രണ്ട്സ് ആയിട്ടും നമ്മളെ കുട്ടികളെ കൊണ്ടുവന്ന ഒരു വലിയ ആയിട്ടും. അതെ വലിയൊരു നേക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി വൈപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വലിയ കുട്ടികളാണ്. അതെ കുറച്ചുകൂടി നേരത്തെ കുറച്ച് കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് 3 മണി 3:30 ആ നേരത്തൊക്കെ അത് സ്നാക്സ് ഒക്കെ വാങ്ങി ഇങ്ങനെ കയറിയാലേ നല്ല വൈബ് പുറത്ത് ഇവിടെ നോക്കാൻ രസം കിട്ടും. വൈബ് അല്ലേ. ഞങ്ങളെ ഈ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴേ അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്വാളിറ്റി ടൈം ഓക്കെ ബൈ ബൈ.